നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാൻ അനുമതി. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കടകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് പ്രവേശനം. താനൂർ നടക്കാവിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. കോട്ടക്കലിൽ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്ന് 120 കിലോ കഞ്ചാവ് പിടികൂടി. പുത്തൂർ ഭാഗത്തെ അടഞ്ഞുകിടന്ന കടമുറിയും പൂട്ടിയിട്ടിരുന്ന വീട്ടിലുമായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഞ്ചാവ് കണ്ടെടുത്തത് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. താനൂർ നിയോജക മണ്ഡലം ധർണ KN മുത്തുക്കോയത്തങ്ങളും തിരൂരിൽ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ലാതെ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ൽ തുടരുന്നു. 22,414 പുതിയ രോഗികൾ. TPR 11.37%. രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ മലപ്പുറം. 3,691 പേർക്ക് രോഗബാധ. TPR 15.19%. വിശദമായ വാർത്തകളിലേക്ക്. വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാൻ അനുമതി. പ്രവർത്തന സമയം ദീർഘിപ്പിക്കുകയും ചെയ്തു. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് പ്രവേശനം അനുവദിക്കും. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ലോക്ഡൌൺ രീതിയിൽ മാറ്റം വരുത്താൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ചാണ് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചത്. നിയമസഭയുടെ ചട്ടം 300 അനുസരിച്ച് വിദഗ്ധ സമിതി തീരുമാനങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കടകളും വ്യാപാര സ്ഥാപനങ്ങളും കൂടുതൽ ദിവസം തുറക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ ലോക്ഡൌൺ ഇളവുകൾ. എല്ലാ കടകളും ആഴ്ചയിൽ 6 ദിവസം തുറക്കാൻ അനുമതിയുണ്ട്. രാവിലെ 7 മുതൽ 9 വരെയാണ് പ്രവർത്തനാനുമതി. പൊതുപരിപാടികൾ നടത്തുന്നതിനു ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. കല്യാണത്തിനും മരണത്തിനും 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് നിർദ്ദേശമുണ്ട്. ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാകും. രോഗവ്യാപനം തടയുന്നതിന് ആൾക്കൂട്ടം നിയന്ത്രിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുമില്ല. അതിനാൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കൂട്ടായ്മകൾ ഉൾപ്പെടെ ജനങ്ങൾ കൂടുന്ന സംവിധാനങ്ങൾ ഒഴിവാക്കുന്ന രീതി പൊതുവിൽ തുടരേണ്ടതായിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ അവയുടെ വിസ്തീർണം കണക്കാക്കിയാകണം ആളുകൾ പങ്കെടുക്കേണ്ടത്. വലിയ വിസ്തീർണമുള്ളവയിൽ പരമാവധി 40 പേർക്ക് പങ്കെടുക്കാം. കല്യാണങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി 20 പേർക്ക് പങ്കെടുക്കാവുന്നതുമാണ്. ഇന്നത്തെ പൊതു സാഹചര്യവും വാക്സിനേഷന്റെ പുരോഗതിയും കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 1000 പേരിൽ 10-ൽ കൂടുതൽ രോഗികൾ ഒരാഴ്ച ഉണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ഡൌണും മറ്റുള്ള ഇടങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ടാകും. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഞായറാഴ്ച പ്രവർത്തിക്കുന്നതാണ്. ഓണത്തിന്റെ തിരക്ക് കൂടി കണക്കിലെടുത്ത് 22-ാം തീയതി ഞായറാഴ്ചയും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉത്സവകാലമായതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നടപടികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന് പ്രത്യേകമായ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കേണ്ടതാണ്. ആഗസ്റ്റ് 15-നും അവിട്ടം ദിനമായ ആഗസ്റ്റ് 22-നും ലോക്ഡൌൺ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിദഗ്ധാഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10-ൽ കൂടുതൽ പേർക്ക് രോഗമുണ്ടായാൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. വിദഗ്ധാഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10-ൽ കൂടുതൽ പേർക്ക് രോഗമുണ്ടായാൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. രോഗനിയന്ത്രണത്തിന് സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വിജയകരമാണെന്നും ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നുണ്ടെന്നും വീണ ജോർജ് വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ജില്ലാ തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചാണ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ ശാസ്ത്രീയമായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് സർക്കാരിനെ സഹായിക്കാൻ ഒരു വിദഗ്ധ സമിതിയും നിലവിലുണ്ട്. ഇത്തരം വിദഗ്ധാഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഇളവുകൾ നൽകുന്നതും. മുഴുവൻ പേർക്കും വാക്സിൻ നൽകുകയാണ് നിലവിലെ ലക്ഷ്യം. 1.47 കോടി പേർക്ക് ആദ്യ ഡോസും 17% പേർക്ക് 2ാം ഡോസും നൽകി. 60 ലക്ഷം വാക്സിൻ ഈ മാസം ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ വാക്സിൻ നൽകും. അതേസമയം സംസ്ഥാനത്ത് 56% പേർക്ക് ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ലെന്നും 3ാം തരംഗത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. താനൂർ നടക്കാവിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്.
താനൂർ നടക്കാവ് വളവിൽ വീണ്ടും അപകടം. എറണാകുളത്തു നിന്നും ടയർ കയറ്റി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി റോഡിൽ നിന്ന് മാറി സമീപത്തെ പറമ്പിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏതാനും ദിവസം മുമ്പ് ഇതേ ഭാഗത്ത് കാറും ഇൻസുലേറ്റർ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കൂടാതെ മീൻ കയറ്റി വരികയായിരുന്ന മിനി ലോറിയും മറിഞ്ഞു. താനൂർ തിരൂർ റോഡിൽ അപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം പുത്തൻതെരുവിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ മൂലക്കല്ലിലും വട്ടത്താണിയിലും അപകടമുണ്ടായി. റോഡ് നവീകരണം പൂർത്തിയായ ശേഷമാണ് അടിക്കടി അപകടങ്ങൾ ഉണ്ടാവുന്നത്. പുത്തൻതെരു ടൗൺ ഭാഗത്ത് റോഡിന് വീതി കുറവാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം താനൂരിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. കോവിഡ് പ്രതിരോധം ലക്ഷ്യമിട്ട് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കുന്നതിനും രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. മംഗലം ഗ്രാമപഞ്ചായത്തിലെ 4, 9, 11, 12, 14 വാർഡുകൾ, പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 10, 17, 19 വാർഡുകൾ, താനാളൂർ പഞ്ചായത്തിലെ 22ാം വാർഡ്, തൃപ്രങ്കോട് പഞ്ചായത്തിലെ 5, 9, 10, 11, 19 എന്നീ വാർഡുകളാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത്. നിലവിൽ ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോൺ തുടരും. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി വൈകിട്ട് 7 വരെ മാത്രം തുറന്ന് പ്രവർത്തിക്കാം. ബാങ്കുകൾ അനുവദനീയമായ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുറക്കാം. അവശ്യവസ്തുക്കളുടെ വിൽപ്പന ഉച്ചയ്ക്ക് 2 വരെ അനുവദിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ ഉത്തരവിന്റെ കാലാവധി പ്രാബല്യ തീയതി മുതൽ 7 ദിവസമായിരിക്കും. ഭാര്യയ്ക്ക് ജോലി നൽകി അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമല്ല ബഷീറിന്റെ മരണമെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു. തിരു പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച KM ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരു പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് KM ബഷീർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളായിട്ടുള്ള ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ഏത് തരത്തിലുള്ള നീതിയാണ് ലഭ്യമാക്കുക അതൊന്നും അറിയില്ല. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് വിവാദ വിഷയങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് KM ബഷീറിന്റെ വിഷയം ഒരു നീതിയുടെ പ്രശ്നം, അല്ലാതെ ഒരു കുടുംബത്തിന്റെ പ്രശ്നമില്ല. കേസുകൾ അങ്ങനെ വരും. ഞാനൊരു നിയമജ്ഞനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മദ്യപിച്ച് കാർ ഓടിച്ചിട്ട് അങ്ങനെ ആരെ ഏതെങ്കിലും ബൈക്കിനൊക്കെ തട്ടിയും മരിച്ചു പോയാൽ ഒരു പരിധി ഉണ്ട് ആ കേസിന്റെ മുന്നോട്ട് പോകുന്ന ഒരു പരിധി ഉണ്ട്. ആ ശിക്ഷയ്ക്കും പരിധിയുണ്ട്. മോക്ഷ അങ്ങനെ അതിന് മാക്സിമം കൊടുക്കാവുന്ന ഒരു ശിക്ഷ എന്താണെന്നുള്ളത് വാഹന നിയമത്തിലൊക്കെ വെച്ചാൽ ഇത്രയും ഉണ്ടോ. ബഷീറിൻ്റെത് അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. അതിന്റെ പിറകില് അതിനിഗൂഢമായ ചില കാര്യങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ആ കൊലപാതകത്തിന്റെ പിറകിൽ വളരെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇല്ലല്ലോ. അദ്ദേഹത്തെ ഉപയോഗിച്ച മൊബൈലൊന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്നല്ലേ? ഇപ്പോഴും ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് പറയുന്നത്. ഇല്ലല്ലോ പുതിയ ഇല്ല, അത് കിട്ടിയിട്ടില്ല. അത് വളരെ സുപ്രധാനമായ ഒരു കാര്യം എവിടെയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് അയ്യോളി അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകൻ KPA റഹ്മത്തുള്ള KM ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KM ബഷീറിന്റെ സഹോദരൻ KM അബ്ദുറഹ്മാൻ, മുതിർന്ന പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻവീട്ടിൽ, PP അബ്ദുറഹ്മാൻ, കായക്കൽ അലി, NM സുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു. AP ഷെഫീഖ് സ്വാഗതവും മുഹമ്മദ് യാസിൻ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കോട്ടക്കലിൽ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്നും 120 കിലോ കഞ്ചാവ് പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കഞ്ചാവ് ജില്ലയിലെത്തിയതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. മലപ്പുറം കോട്ടക്കൽ പുത്തൂർ ഭാഗത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അടഞ്ഞുകിടന്ന കടമുറിക്കുള്ളിലും സമീപത്തെ പൂട്ടിയിട്ടിരുന്ന വീട്ടിലുമായി സൂക്ഷിച്ചിരുന്ന 120 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. ഓണം വിപണി ലക്ഷ്യമിട്ട് ജില്ലയിൽ വൻതോതിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്നാണ് എക്സൈസിന്റെ നിഗമനം. ജില്ലയിലെ കഞ്ചാവ് മാഫിയക്കെതിരെ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി വൻ കഞ്ചാവ് വേട്ടയാണ് നടന്നത്. കെട്ടിടോടമസ്ഥയായ റാഫി, കഞ്ചാവ് ഇടപാടിൽ പങ്കുള്ളതായി കരുതുന്ന ബാബ എന്നിവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. കണ്ടെടുത്ത കഞ്ചാവിന് 1/2 കോടിയിലധികം രൂപ വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിച്ചെടുത്ത കഞ്ചാവ് തുടർ നടപടികൾക്കായി പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ സാബുആർ ചന്ദ്രയ്ക്ക് കൈമാറി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR മുകേഷ് കുമാർ, S മധുസൂദനൻ നായർ, പ്രിവന്റ് ഓഫീസർ മുസ്തഫ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K മുഹമ്മദ്, P സുബിൻ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. സ്വാതന്ത്ര്യദിനത്തിൽ കാരുണ്യത്തിന്റെ ബിരിയാണി ചലഞ്ചുമായി ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ്. കിടപ്പിലായ രോഗികളുടെ പരിചരണവും പുനരധിവാസവും ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 7 വർഷമായി താനാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്.
താനാടൂരിലെയും പരിസര പ്രദേശങ്ങളിലുമായി 400-ൽ പരം കിടപ്പിലായ രോഗികളെയാണ് ഹസ്തം അവരവരുടെ വീടുകളിലെത്തി പരിചരിക്കുന്നത്. കിടപ്പിലായ രോഗികൾക്ക് ആഴ്ചയിൽ 7 ദിവസവും പരിചരണം നൽകുന്നതിന് പുറമെ മരുന്ന്, ചികിത്സാ ചെലവ്, ഭക്ഷണ കിറ്റ് എന്നിവയും നൽകി വരുന്നുണ്ട്. ഇതിന് ഭീമമായ തുകയാണ് ഓരോ മാസവും ചെലവിടുന്നത്. കോവിഡ് മഹാമാരി കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഹസ്തത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കിടപ്പിലായ എല്ലാ രോഗികൾക്കും വേണ്ടിയുള്ള മെഡിസിന്, ഡോക്ടർ ഹോം കെയർ, നഴ്സ് ഹോം കെയർ, പിന്നെ ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡ് സപ്പോർട്ട്, പിന്നെ മാസാന്ത വരിസംഖ്യൻ്റെ ഒരു പെൻഷനായിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു 7 വർഷത്തോളം നല്ല ഭംഗിയായിട്ടായിരുന്നു പോയിരുന്നത്. ഞങ്ങളൊരു ചെയർമാന് 4 മാസം മുമ്പാണ് ഇദ്ദേഹം മരിച്ചത്. അതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് മറ്റുള്ളതൊക്കെയാണെന്നുള്ള വിവരം ഞങ്ങളൊക്കെ അറിയുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഒരു മാസം ഇതിന് ചെലവ് വരുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അറിയില്ലായിരുന്നു. പുള്ളി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കായിരുന്നല്ലോ. പുള്ളി മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ ഇതൊക്കെ ഇത്രയും ചെലവുണ്ടെന്നുള്ളത് അറിയുന്നത്, എക്സ്പെൻസ് ഇത്ര വരുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ ശേഷമാണ് ഞങ്ങളിപ്പം ഒരു പൗരവാലി എല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു ബിരിയാണി ചലഞ്ച് നടത്താം, അതിൽക്കൂടെ നമ്മൾ ഫണ്ട് ട്രേസ് ചെയ്യാന്നുള്ള ഒരു സംഗതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുന്ന പരിപാടിയിൽ 15,000 പാക്കറ്റ് ബിരിയാണികൾ താനാളൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വ്യക്തികളുടെ വീടുകളിൽ എത്തിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിനന്ന് 15,000 പേർക്കുള്ള ഒരു ബിരിയാണി ചലഞ്ച് എന്ന രീതിയിൽ ഒരു പരിപാടി നടത്തുകയും അതിൻ്റെ കിട്ടുന്ന വീതം സാമ്പത്തികമായിട്ടുള്ള ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ മുഴുവൻ സ്കോളർഷിപ്പിലൂടെ കണ്ടെത്താനാണ് തീരുമാനം. ഏകദേശം ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം അതിന് പങ്കാളികളാവാൻ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ സഹായ സഹകരണം ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനായുള്ള വിഭവങ്ങൾ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. പരിപാടിയുടെ വിജയത്തിനായി സർവകക്ഷി കൂട്ടായ്മയ്ക്ക് രൂപം നൽകി പ്രവർത്തനം നടത്തിവരുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ടി.പി. മുഹമ്മദ് റഫീഖ്, മുജീബ് താനാളൂർ, ടി. അബ്ദുറഹ്മാൻ ആജി, സൂപ്പർടെക് മുഹമ്മദ് കുട്ടി ആജി, സുജേഷ് രാജു ചാത്തങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലീഗിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചെന്ന് കെ.ടി. ജലീൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാണക്കാട്ടെത്തി ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തെന്നും ജലീൽ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ ഗുരുതര ആരോപണമാണ് ജലീൽ ഉന്നയിച്ചത്. അതേസമയം ഇ.ഡി. പാണക്കാട് എത്തിയെന്ന് സംബന്ധിച്ച കുഞ്ഞാലിക്കുട്ടി ജലീലിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. ലീഗിനെയും ചന്ദ്രിക ദിനപത്രമടക്കം ലീഗിന്റെ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്ന് കെ.ടി. ജലീൽ ആരോപിച്ചു. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സഹായത്തോടെയായിരുന്നു നീക്കങ്ങൾ. മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്കിന് കള്ളപ്പണമുണ്ട്. ഹാഷിക്കിന്റേത് NRI അക്കൗണ്ടാണെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാദം കളവാണ്. ബാങ്കിൽ നിന്നും 110 കോടിയുടെ നിക്ഷേപം ഇ.ഡി. കണ്ടെടുത്തു. ഇതിൽ 7 കോടി മാത്രമാണ് രേഖകളുമായി എത്തിയവർ പിൻവലിച്ചതെന്നും ജലീൽ ആരോപിച്ചു. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് മുഖേന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രമം നടത്തി നിക്ഷേപിച്ചു. അത് കണ്ടെത്തിയതിനെ തുടർന്ന് 2.5 കോടി രൂപ പിഴയടച്ച് 7.5 കോടി രൂപ പിൻവലിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ.ഡി. ചോദ്യം ചെയ്യുന്ന സ്ഥിതി സംജാതമായത്. ചന്ദ്രിക ദിനപത്രത്തിലെ അനധികൃത നിക്ഷേപവുമായി ബന്ധപ്പെട്ട് 2 തവണ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ.ഡി. നോട്ടീസ് അയച്ചു. ഹാജരാകാത്തതിനാൽ പാണക്കാടെത്തി ഇ.ഡി. ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും ജലീൽ ആരോപിക്കുന്നു. 24/7/2020 ഇ.ഡിക്ക് മുമ്പാകെ ഹാജരാകണം എന്ന് പറഞ്ഞു കൊടുത്ത നോട്ടീസിന്റെ കോപ്പിയാണ് ഇത്. എന്നാൽ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ.ഡി. കണ്ടുവെന്ന് സമ്മതിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പ്രതികരിച്ചു. മകനെതിരായ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ഇടപാടുകൾ സുതാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം. NRI അല്ല, NRE ആണ്. ഒരു ഇയുടെ വ്യത്യാസം, ഈ ഐ വ്യത്യാസത്തിനാണ് ഇപ്പൊ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. കേരള വിഷൻ, തിരുവനന്തപുരം. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. താനൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുത്തുക്കോയ തങ്ങൾ ധർണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട ഒരു പ്രത്യേകത, വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്കല്ല ഗുണ്ടകൾക്ക് മാതൃകയായിട്ടുള്ള പ്രവൃത്തിയാണ് നിയമസഭയിൽ നടത്തിയത്. അത് നമ്മളെല്ലാം കണ്ടതാണ്.
ഈ മേശമേൽ കയറി ഒരു മേശമേൽ നിന്ന് മറ്റു മേശമേൽ ചാടി സത്യത്തിൽ ഒരു നിലക്കും ഉദാഹരിക്കാൻ, ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയല്ലോ ഇന്ന ചന്തയിലുമായി അല്ലെങ്കിൽ അവിടെ അതുപോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയായ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ നാണക്കേടാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും അത് ജനങ്ങളോട് തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നവരെ കേരളമൊട്ടുക്കും സമരത്തിൻ്റെ അഗ്നിജ്വാല പുറപ്പെടുവിക്കുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നമുക്കറിയാം തുടർഭരണം കിട്ടിയെന്ന ധിക്കാരമാണ്. DCC ജനറൽ സെക്രട്ടറി ഒ രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. പി രത്നാകരൻ അധ്യക്ഷനായിരുന്നു. ഇസ്മായിൽ പത്തമ്പാട്, പി വാസുദേവൻ, KP മുഹമ്മദ് ഇസ്മായിൽ, നൂഹ് കരിങ്കപ്പാറ, PS അബ്ദുൽ ഹമീദ് ഹാജി, ബാവത്തങ്ങൾ, അഡ്വക്കേറ്റ് ആരിഫ്, VP ശശികുമാർ, അഡ്വക്കേറ്റ് KP സൈദലവി, ദാസൻ കുന്നുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട UDF തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ ധർണ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. സഭയ്ക്കകത്ത് സാധാരണ പ്രതിഷേധം സംഘടിപ്പിക്കാറുണ്ട്, ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്, സ്പീക്കർ ഡയസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. പക്ഷേ ഈ സ്പീക്കർ ഡയസിൽ കയറി ഇരുന്നുകൊണ്ട് സ്പീക്കറിന്റെ കസേര മറിച്ചിട്ടുകൊണ്ട് കമ്പ്യൂട്ടർ നശിപ്പിച്ചുകൊണ്ട് വ്യാപകമായ നഷ്ടം വരുത്തുന്ന ആദ്യമായ സംഭവമാണ്. രണ്ടാമത്തെ വാദം, നിയമസഭാ സെക്രട്ടറിക്ക് ഇതിന് പരാതി കൊടുക്കാൻ അധികാരമില്ല, അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല. വളരെ കൃത്യമായി സലീമാർ സൂചിപ്പിച്ച പോലെ ഒരു തോക്കുമായിട്ട് നാളെ നിയമസഭയിൽ വന്നാൽ കേസെടുക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കുമോ? P സൈദലി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വെട്ടം ആലിക്കോയ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, MP മുഹമ്മദ് കോയ, P രാമൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. താത്വികരായ കമ്മ്യൂണിസ്റ്റുകാർ, എഴുത്തുകാരായ കമ്മ്യൂണിസ്റ്റുകാർ, സാഹിത്യകാരന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് നീതീകരിക്കുവാൻ സാധ്യമല്ല. ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ കേസെടുക്കാതെ പോയാൽ, ഇതിനൊരു പനിഷ്മെന്റ് ഇല്ലാതെ പോയാൽ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ജനാധിപത്യത്തിന്റെ പ്രക്രിയ അപകടകരമാണ്. നമ്മൾ ജനാധിപത്യ രീതിയിലാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, ബ്ലോക്കിലേക്ക് നടത്തുന്നത്, നഗരസഭയിലേക്ക് നടത്തുന്നത്, കോർപ്പറേഷനിലേക്ക് നടക്കുന്നത്. ഈ പ്രക്രിയ ഈ രീതിയിൽ അക്രമകാരികളുടെ മുന്നിൽ പണയം വെച്ചാൽ, അക്രമാരികൾക്ക് മുന്നിൽ കീഴടങ്ങിയാൽ നമ്മുടെ ജനാധിപത്യം തകർന്നു പോകും. PC സാക്ക, മയ്യേരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, KP ഷാജഹാൻ, NT വാസു, AK സൈതാലിക്കുട്ടി, V ലത്തീഫ്, മുളക്കൽ മുഹമ്മദ് അലി, CP മുഹമ്മദ് അലി, അലവി കോട്ടയിൽ, കുഞ്ഞിപ്പ തിരൂർ, അഡ്വക്കേറ്റ് രാജേഷ്, CT ഷാക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് STPI കേപുരം മേഖലാ കമ്മിറ്റി ഉപഹാരം നൽകി. STPI താനാളൂർ പഞ്ചായത്ത് സെക്രട്ടറി അൻവർ മൂലക്കൽ, TKN ബഷീർ, ഫിറോസ് കുണ്ടുങ്ങൽ, ഷൗക്കത്ത് കുണ്ടുങ്ങൽ, നാസർ മാടമ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മുനിസിപ്പൽ SYS സുപ്രഭാതം ദിനപത്രം കൈമാറി. സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മിക്ക് തിരൂർ മെറ്റൽ മാനേജിംഗ് പാർട്ണർ ഹമീദ് മുളിയത്തിൽ പത്രം നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് തിരൂർ മുനിസിപ്പൽ SYS കമ്മിറ്റി സുപ്രഭാതം ദിനപത്രം കൈമാറി. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മിക്ക് തിരൂർ മെറ്റൽ മാനേജിംഗ് പാർട്ണർ ഹമീദ് മുളിയത്തിൽ പത്രം കൈമാറി. RMO ഡോക്ടർ സജീവ്, തിരൂർ മെറ്റൽ പാർട്ണർ VP തൊൽഹത്ത, മുനിസിപ്പൽ SYS വൈസ് പ്രസിഡന്റുമാരായ സിദ്ദിഖ് ഹാജി തറമൽ, യൂനിസ് കോരങ്ങത്ത്, സെക്രട്ടറി സലീം നടുലങ്ങാടി, KP ഫസലുദ്ദീൻ, CH സെന്റർ പ്രതിനിധി അലി പെരുന്തല്ലൂർ, നിസാർ നടുലങ്ങാടി, സുപ്രഭാതം തിരൂർ ലേഖൻ VK റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ TIC വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം. IECI സംസ്ഥാന തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇൻസ്പിറോ 2021 ഖുർആൻ മത്സരങ്ങളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി തിരൂർ പയ്യനങ്ങാടി TIC സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഖുർആൻ മനപ്പാഠ മത്സരത്തിൽ ഹൈസ്കൂൾ തലത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ കലിൽ ഇബ്രാഹിം 2ാം സ്ഥാനവും M അൻഷിദ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ സ്കൂൾ മാനേജ്മെന്റും PTAയും അഭിനന്ദിച്ചു. ഒരു ഇടവേള. കേരളത്തിൽ കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 20,000-ന് മുകളിൽ തുടർന്നു. 22,414 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,97,092 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 11.37%. 108 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 17,211 19,478 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 22,414 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,691, തൃശൂർ 2,912, എറണാകുളം 2,663, കോഴിക്കോട് 2,052, പാലക്കാട് 1,928, കൊല്ലം 1,527, കണ്ണൂർ 1,299, കോട്ടയം 1,208, തിരുവനന്തപുരം 1,155, കാസർഗോഡ് 934, ആലപ്പുഴ 875, വയനാട് 696, പത്തനംതിട്ട 657, ഇടുക്കി 367 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,97,092 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്
11.37 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 108 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 17,211 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 114 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 21,378 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 835 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 87 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. മലപ്പുറം ജില്ല തന്നെയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 3,691 പേർക്ക് രോഗം ബാധിച്ചു. TPR 15.19%. 3,589 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,597 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. ജില്ലയിൽ ബുധനാഴ്ച 3,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 15.19% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ബുധനാഴ്ച 3,589 പേർ രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,88,347 പേരായി. ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 3,572 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 63 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 9 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 45 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 69,648 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ജില്ലയിൽ ഇതുവരെ 1,597 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ചന്ദ്രേട്ടന്റെ കരവിരുതിൽ വിരിയുന്നത് വൈവിധ്യങ്ങളേറെയുള്ള വിവിധയിനം ആഭരണങ്ങൾ മാത്രമല്ല. ഏറ്റവും ചെറിയ ഖുർആൻ സൂക്ഷിക്കുന്നതിനുള്ള പെട്ടി മുതൽ ഒട്ടേറെ കൗതുക വസ്തുക്കളാണ് ഈ 70-കാരൻ സ്വർണത്തിൽ തീർത്തത്. ക്ഷമയുടെ ഒറ്റക്കസേരയിൽ കുനിഞ്ഞിരുന്ന് ചന്ദ്രേട്ടൻ ഊതിക്കാച്ചി മെരുക്കി ഒരുക്കിയ സ്വർണത്തിന്റെ ഒന്നിച്ച് തൂക്കം നോക്കാനുണ്ടെങ്കിൽ 200 കിലോളം വരും. '56 വർഷത്തിനിടയിൽ ചന്ദ്രേട്ടന്റെ കൈകളിലൂടെ കടന്നുപോയ സ്വർണ്ണാഭരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമെത്തി. വൈവിധ്യങ്ങൾ ഏറെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, കൗതുകം നിറഞ്ഞ ഒട്ടേറെ വസ്തുക്കളാണ് ഈ 70-കാരൻ സ്വർണത്തിലും ഡയമണ്ടിലും തീർത്തത്. താനാളൂർ മൂന്നാമൂല സ്വദേശിയായ മടത്തിൽ പറമ്പിൽ ചന്ദ്രൻ തന്റെ 15ാമത്തെ വയസ്സിൽ അമ്മാവൻ പരേതനായ തട്ടാംപറമ്പിൽ അപ്പുക്കുട്ടനോടൊപ്പം അന്തമാൻ ദ്വീപിലേക്ക് കപ്പൽ കയറി. 1965 ഇത്. അന്ന് തൊട്ട് ഇന്നുവരെ ചന്ദ്രന് സ്വർണമുണ്ടാക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രൂപത്തിന് സ്വർണ്ണശുദ്ധിയും ഭാവത്തിന് സ്വർണ്ണ മഹിമയുമുണ്ട്. ഒരു 13 വയസ്സിൽ തുടങ്ങിയ ഈ പണി ഞങ്ങൾ തുടങ്ങിയിട്ടാണ്. പിന്നെ ഇതുവരെ പണി ചെയ്യാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഇപ്പോഴും പുതിയ മോഡലുകളൊക്കെ ഉണ്ടാക്കാനും ഉള്ളൊരു ആത്മാർത്ഥയും അതിനോടുള്ളൊരു ആഗ്രഹമാണ്. ചെയ്യാന്നുള്ളത്, എന്തും ചെയ്യാന്നുള്ളൊരു ഇതാണ്. കാരണം ഒരു ചെറുപ്പത്തിൽ ഈ നമ്മളെ ഈ സമുദായത്തിൽ എല്ലാവരും ഇത് തന്നെയുള്ള പണി. അങ്ങനെ പണി പഠിക്കാന്നുള്ള അന്നൊരു പണി പഠിക്കാന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. മറ്റുള്ള വിദ്യാഭ്യാസത്തിലൊന്നും പോയില്ലെങ്കിൽ മുമ്പ് തന്നെ ഇത് പഠിക്കാന്നുള്ളതാണ്. കുറച്ചൊക്കെ പോയാൽ പിന്നെ കുറഞ്ഞൊരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിക്കാന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ അങ്ങനെ അമ്മാവൻ അവിടെ വന്ന് അന്തമാനിലാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ നിന്ന് കുറേ പണിയൊക്കെ വശത്താക്കി വലിയ വിദഗ്ധന്മാരൊക്കെ ഇരുന്ന് പണി ചെയ്യണേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പണി പഠിച്ച് പിന്നെ നാട്ടിൽ കുറച്ച് കാലം അവിടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ബാംഗ്ലൂർക്ക് പോയി കുറേ അവിടെ കഴിഞ്ഞു. പിന്നെ ഗൾഫിൽ സൗദിയിൽ പോയി ഇന്ത്യയിൽ അവിടെ വർക്ക് പോയെന്നെല്ലാം. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനിയിൽ ക്യാപ്സ്റ്റോൺ എന്ന കമ്പനിയിലാണ്
11 വർഷമാണ് അന്തമാൻ ദ്വീപിൽ കഴിഞ്ഞത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് പറിച്ചു നട്ട്. ശേഷം 11 വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ, തുടർന്ന് ഇതുവരെയും കോട്ടക്കിലുള്ള സ്വകാര്യ കമ്പനിയിലാണ്. പഴയ കാലത്ത് പലരും അവരുടെ മനസ്സിലെ മോഡലുകൾ പറഞ്ഞു തരും. അത് സ്വർണത്തിൽ പണിത് നൽകും. ഓരോ സമയത്തും പുതിയ മോഡലുകൾ നിർമ്മിക്കാനാണ് ശ്രമിക്കാറ്. സ്വർണം കയ്യിലെത്തുമ്പോൾ അത് മാത്രമാണ് ചിന്ത. അതിനുള്ള ശ്രമം എല്ലായ്പ്പോഴും വിജയമായിരുന്നുവെന്നും ചന്ദ്രൻ പറഞ്ഞു. മൊബൈൽ കേസ് ചെയ്തു, പിന്നെ മോതിരങ്ങൾ ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യാന്നുള്ള ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുറാൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കിയിരുന്നു. ഖുറാൻ ഏറ്റവും ചെറിയ ഖുറാൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കിയിരുന്നു. ഏറ്റവും ചെറുത്, ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുർആൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബോക്സ് എടുക്കണതും തുറക്കണമൊക്കെ ഉണ്ടാക്കിയിരുന്നു സ്വർണ്ണം കൊണ്ട്. വൈവിധ്യങ്ങളേറെയുള്ള വിവിധ ഇനം ആഭരണങ്ങൾക്ക് പുറമെ ഏറ്റവും ചെറിയ ഖുർആൻ സൂക്ഷിക്കുന്നതിനുള്ള സ്വർണത്തിലുള്ള ബോക്സ്, മൊബൈൽ ഫോൺ കേസ് തുടങ്ങിയ എല്ലാം ചന്ദ്രന്റെ കരവിരുതിൽ പിറന്നു. സുലഭമായി കാണുന്ന പല ആഭരണ മോഡലുകളുടെയും ആദ്യ മാസ്റ്റർ പീസ് അഥവാ ഡൈ ചന്ദ്രൻ രൂപപ്പെടുത്തിയതാണ്. വള്ളിക്കമൽ, പാലക്കമാല, ചങ്കേലസ്, ചിറ്റ്, അടിപ്പൻ, ബാങ്കമാല, പാലക്കമാല തുടങ്ങി ഉള്ളിൽ അരക്കു നിറച്ചുണ്ടാക്കിയിരുന്ന പൗരാണിക മുസ്ലിം പണ്ടങ്ങളും അഷ്ടലക്ഷ്മി വളയും നാഗവടമാലയുമൊക്കെ യഥേഷ്ടം ചന്ദ്രേട്ടന്റെ ക്ഷമയുടെ കുരിഞ്ഞിരിപ്പിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അക്കാലത്ത് രാത്രി പുലരും വരെ ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി ഓർമ്മിക്കുന്നു. കമ്പനിയിലത്തെ കാര്യങ്ങളായാലും രാത്രി 12 മണി 1 മണി വരെയൊക്കെ ആയാലും ഞങ്ങൾ ചിലപ്പോൾ പറയും സമയമൊക്കെ ഒരുപാട് വൈകിയിലേക്ക് കിടന്നോളൂ. അല്ലാതെ അവർ പറഞ്ഞ് തരുന്നതല്ല, ഞാൻ അത്രയും ഉറപ്പ് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങൾ അത് അതേപോലെ ചെയ്തു കൊടുത്തെങ്കിലേ എനിക്കതിനൊരു മനസ്സിനൊരു തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ പഴയ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ നെക്ലേസുകൾ, പിന്നെ പാലക്കാമാല, അങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഇപ്പോഴും ഒറ്റയും തറ്റയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തു കൊടുക്കും. 2 പെൺമക്കളാണ് ചന്ദ്രേട്ടന്, ലിഷിയും ലിനിയും. ഇവർക്കും അച്ഛനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അച്ഛന് ഒരു ഭയങ്കര സിമ്പിളാണ്. അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നുള്ളത് ഞങ്ങളും ഇത് ചെയ്യുമ്പോഴാണ്, ഇത് ഇപ്പോൾ ഇവിടെ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അച്ഛന് ചെയ്യാൻ കഴിയുന്നുള്ളത്, അച്ഛൻ്റെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ്. അതൊക്കെ ചെയ്താലും അച്ഛൻ ഭയങ്കര സിമ്പിളായിട്ട് ഞാനൊരു സാധാരണ മനുഷ്യൻ അങ്ങനെയുള്ളൊരു ഭാവമാണ് അച്ഛന്. ഇതൊക്കെയെങ്കിലും ചന്ദ്രേട്ടൻ ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ഈ മേഖലയിൽ കൂടുതൽ കൗതുകമുള്ള വസ്തുക്കൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാൻ അനുമതി. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കടകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് പ്രവേശനം. താനൂർ നടക്കാവിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. കോട്ടക്കലിൽ അടഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്ന് 120 കിലോ കഞ്ചാവ് പിടികൂടി. പുത്തൂർ ഭാഗത്തെ അടഞ്ഞുകിടന്ന കടമുറിയും പൂട്ടിയിട്ടിരുന്ന വീട്ടിലുമായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഞ്ചാവ് കണ്ടെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട UDF മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. താനൂർ നിയോജക മണ്ഡലം ധർണ KN മുത്തുക്കോയത്തങ്ങളും തിരൂരിൽ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ലാതെ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ൽ തുടരുന്നു. 22,414 പുതിയ രോഗികൾ. TPR 11.37%. രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ മലപ്പുറം. 3,691 പേർക്ക് രോഗബാധ. TPR 15.19%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.